ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് ബൈറ്റ്സ്. കൊമേഴ്സ് ബൈറ്റ്സ് 1 hour ബിഫോർ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. നമ്മളുടെ കേരള സെറ്റിൻ്റെ സിലബസിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ കവർ ചെയ്തിരിക്കുന്നത്. ഐ നോ യു പീപ്പിൾ വോണ്ട് ലൈക്ക് ദ ടോപ്പിക്. അതൊരു ഡ്രൈ ടോപ്പിക്കാണ്. അതുപോലെ സ്റ്റുഡൻസിന് പൊതുവേ ഇഷ്ടമല്ലാത്തൊരു ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. ഐ ക്യാൻ സേ ദാറ്റ്. ബട്ട് എന്നിരുന്നാൽ പോലും നമുക്ക് ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റില്ല. വി ഡോണ്ട് ഹാവ് ടു ടേക്ക് എ ചാൻസ് ഓഫ് റിസ്ക്, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിൽ കുറേ അധികം സീക്രട്ട് ടിപ്സും ആ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആ ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. അതുപോലെ തന്നെ നമ്മളുടെ 10 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും നമ്മൾ ഓൾമോസ്റ്റ് ഒരു 150 അബവ് വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാകും. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ സീരീസ് സ്റ്റുഡൻസിന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സീരീസാണ്. അതറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നമ്മൾ ഒരു സ്റ്റോറി പോലെ പറയാമെന്ന് പറഞ്ഞ് ആ ഡ്രൈ ടോപ്പിക്ക്, അത്ര ടഫായിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ അത്ര ഈസി ആക്കി കൊടുത്തു. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടു നോക്കിക്കോളൂ. യു പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ഗോണ ലൈക്ക് ദിസ് വീഡിയോസ്, ദാറ്റ്സ് ഫോർ ഷുവർ. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് 2018 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് കേരള സെറ്റ് പേപ്പർ 1 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾമോസ്റ്റ് 2 ടോപ്പിക്കും ഞാൻ ഓൾറെഡി കവർ ചെയ്തതാണ്. ഈവൻ ദോ നമുക്ക് 2018 ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ അത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ടിങ് വിത്ത് ദ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് എന്തിനാ? യെസ്, നമ്മൾക്ക് ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മളതൊരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ ഗോള് നമ്മൾ അച്ചീവ് ചെയ്യും. അതല്ലേ ഗ്രൂപ്പ് ഫോർമേഷൻ? അതാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പ് ഫോർമേഷൻ്റെ മെയിനായിട്ടുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഫോർമേഷൻ 5 സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോയിൻറ്റ് 5 സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ നമ്മളുടെ കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ ഒന്നാണ്. ഓക്കെ, ഞാനീ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾ ബെറ്റർ ഒരു റെഡിങ് പെൻ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്കെച്ച് വെച്ചോ നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്തിടുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന ടൈമിൽ ആ ഓരോ പെർട്ടിക്കുലർ സെഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് കുറച്ചും കൂടെ കാര്യമായിട്ട് അതിനെപ്പറ്റി ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും. മനസ്സിലാവുണ്ടോ? പറഞ്ഞ പോലെ നമ്മളുടെ ഗ്രൂപ്പ് ഫോർമേഷൻ, അതിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തന്നു. ഈ ഒരു ഗ്രൂപ്പ് ഫോർമേഷൻ 5 സ്റ്റേജസ് ആണുള്ളത്. ഈ 5 സ്റ്റേജസ് ആണ് നമ്മളുടെ കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ്. ഓക്കെ, ഇപ്പോൾ 2018 അവർ ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല. ഈവൻ ദോ ഞാൻ ആ 5 സ്റ്റേജസും എക്സ്പ്ലെയിൻ ചെയ്താണ് ഇട്ടിരിക്കുന്നത്. കാരണം 2021 ഈ സ്റ്റേജസിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസസ് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെഷൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ ഒരു 5 സ്റ്റേജസ് ഉണ്ട്. അതിൽ ഓരോ 5 സ്റ്റേജും ഈച്ച് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ഫസ്റ്റ് വൺ ഫോമിങ്, FORMING. ഫോമിങ് എന്നുദ്ദേശിക്കുന്നത് സാധാരണ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പലവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ മെമ്പേഴ്സ് സ്ട്രേഞ്ചേഴ്സിൻ്റെ പോലെ ആയിരിക്കും, അല്ലേ? ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു തരും. ആ സെയിം സംഭവം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഫോമിങ് എന്ന് പറഞ്ഞ ആ സ്റ്റേജിൽ ടീം അക്വയൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ് ഗ്രൂപ്പ് ഗ്രൗണ്ട് റൂൾസ് ആൻഡ് ദ മെമ്പേഴ്സ് ലുക്ക് ലൈക്ക് സ്ട്രേഞ്ചേഴ്സ്. അവർക്ക് മറ്റുള്ള ഓരോരുത്തരും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസും അവർക്ക് സ്ട്രേഞ്ചേഴ്സാണ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്, അതായത് സ്ട്രോം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ചുഴലിക്കാറ്റ് എന്നുള്ള ടൈപ്പിൽ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. അതായത് മെമ്പേഴ്സ് സ്റ്റാർട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഫീലിങ്സ്. മെമ്പേഴ്സ് അവരുടെ ഫീലിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈവൻ ദോ അവർക്ക് അവരുടേതായ ഒരു ഇൻഡിവിജ്വൽ ആസ്പെക്റ്റിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, അവർക്ക് അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് ഞാനൊരു ഗ്രൂപ്പിൻ്റെ പാർട്ടാണ് എന്നുള്ളത് അവർക്കൊന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല.
ഓക്കെ, ദേ റെസിസ്റ്റ് കൺട്രോൾ ബൈ ദ ഗ്രൂപ്പ് ലീഡേഴ്സ് ആൻഡ് ഷോ ഹോസ്റ്റാലിറ്റി. അതായത് അവർക്ക് ഒരു ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. ഈവൻ ദോ അവരുടെ ഗ്രൂപ്പ് ലീഡറെ അവരിങ്ങനെ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ പോലും അവരതിനെ റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, എന്തിനാ എന്നിങ്ങനെ ഭരിക്കണേ എന്നുള്ളൊരു ടൈപ്പിലായിരിക്കും അവരുടെ ഒരു മൈൻഡ് സെറ്റ്. ഓക്കെ, അങ്ങനെ അവർ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വന്നു. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നോമിങ്. കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായി, ആളുകൾക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ ഈ ഒരു ഗ്രൂപ്പിൻ്റെ പാർട്ടാണ് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഹിയർ people feel part of team and realize that they achieve the work if they accept other viewpoint. നമ്മൾ മറ്റൊരാളുടെ വ്യൂ പോയിൻ്റ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടീമിനെ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് അവർക്ക് അവസാനം മനസ്സിലായി. ആൻഡ് ദെൻ പെർഫോമിങ് ഇൻ ദ സെൻസ് ടീം വർക്കാണ് അവിടെ മെയിൻ. ടീം വർക്ക് ചെയ്തു ഇൻ ദ ഓപ്പൺ ആൻഡ് ട്രസ്റ്റിംഗ് അറ്റ്മോസ്ഫിയർ. നല്ല രീതിയിൽ തന്നെ നല്ല ട്രസ്റ്റിംഗ് ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് അവിടെ ടീമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഹിയർ ഫ്ലെക്സിബിലിറ്റി ഇസ് ദ കീ. ഫ്ലെക്സിബിൾ ആയിരിക്കണം. ടീം മെമ്പേഴ്സ് ആണെങ്കിലും എല്ലാ കാര്യം കൊണ്ടും ഫ്ലെക്സിബിൾ ആയിരിക്കണം. ആൻഡ് ദ ഹൈറാർക്കി ഈസ് ഓഫ് ലിറ്റിൽ ഇമ്പോർട്ടൻസ്. ഹൈറാർക്കിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് അഡ്ജേണിങ് എന്ന് പറയുന്നത് ടീം കണ്ടക്ട്സ് ആൻഡ് അസസ്മെൻറ്റ് ഓഫ് ദി ഇയർ. ആ ഒരു പെർട്ടിക്കുലർ ഇയറിലെ ഒരു അസസ്മെൻറ്റ് അവർ കണ്ടക്ട് ചെയ്യും. implements a plan for transitioning role and recognized members' contribution. ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ് എന്തായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് അസസ് ചെയ്തു. അതുപോലെ തന്നെ ഇനി അവർക്ക് ചേഞ്ച് വേണോ. ട്രാൻസിഷൻ എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഓൾ ദീസ് 5 സ്റ്റേജസ് റൈറ്റ്. ഞാൻ പറഞ്ഞല്ലോ 2018 അവരിതിൻ്റെ ആ ഒരു ഓർഡർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം ചാൻസസ് ഉണ്ട് 2021 അവരിൽ ഏതെങ്കിലും ഒരെണ്ണം. അതായത് ഇപ്പോൾ ചിലപ്പോൾ അവർ ചോദിക്കും മെമ്പേഴ്സ് സ്റ്റാർട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ദെയർ ഫീലിങ്സ് ബട്ട് ഈവൻ ദോ ദേ ഫീൽ ദംസെൽസ് ആസ് ഇൻഡിവിജ്വൽസ്. അത് ഏത് സ്റ്റേജാണെന്ന് ചോദിക്കും. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ ഏത് റൂട്ടിൽ കൂടെ വരും എന്ന് നമ്മൾക്ക് ഒരു സെൻസ് ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് ഇതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? എക്സാമിനേഴ്സ് ചിന്തിക്കുന്നതിൽ 10 മടങ്ങ്, അതായത് ഒരു 10 ടൈംസ് മോറായിട്ട് നമ്മൾ ചിന്തിക്കണം. ഏതൊക്കെ റൂട്ടിൽ കൂടെ എക്സാമിനേഴ്സ് ചിന്തിക്കും അല്ലെങ്കിൽ ഏതൊക്കെ റൂട്ടിൽ കൂടെ എക്സാമിനേഴ്സ് ക്വസ്റ്റ്യൻ ഇടും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, സോ അതുപോലെ വേണം ചിന്തിച്ച് ഓരോ പോയിൻ്റ് പഠിക്കാൻ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്തൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും ഇതെന്തായാലും ഷുവറായിട്ട് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം പഠിക്കുക. നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എന്തായാലും പരീക്ഷയ്ക്ക് കാണുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഫീലിംഗ് സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഞാൻ പഠിച്ച ടോപ്പിക്ക് വന്നു അല്ലെങ്കിൽ ഞാൻ കവർ ചെയ്ത പോർഷൻ വന്നു, ഐ ആം സോ ഹാപ്പി, ഐ എം ഫീലിംഗ് സോ സാറ്റിസ്ഫൈഡ് എന്നൊരു ഫീലിംഗ്, അതാണ് നമ്മൾക്ക് വേണ്ടത്. മനസ്സിലായോ? Be ready with your pack of knowledge for attending your Kerala 2020 exam. Okay my dear students, so ഇപ്പോൾ നമ്മൾ ഒരു പോയിൻ്റാണ് കവർ ചെയ്തത്. ആ പോയിൻറ്റിൽ 5 സ്റ്റേജസ് പറഞ്ഞു. ഫോർമിങ്, സ്റ്റോമിങ്, നോർമിങ് ആൻഡ് പെർഫോമിങ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് അഡ്ജേണിങ്. എല്ലാത്തിൻ്റെയും ഒരു കീവേഡ് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് നിങ്ങൾ മലയാളത്തിലോ മംഗ്ലീഷിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടാൽ മതി. അല്ലാതെ അതേപോലെ ഞാൻ എഴുതിയിട്ട നോട്ട്സ് നിങ്ങൾ എഴുതണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ആ ഒരു പോയിൻ്റ്, നിങ്ങൾക്ക് ആ ഒരു ടേം മനസ്സിലാവണം. എനിക്ക് ആ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഫോമിംഗ് എന്ന് പറയുമ്പോൾ മെമ്പേഴ്സ് സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും, ജസ്റ്റ് അവരൊന്ന് ഫോം ചെയ്തിട്ടുള്ളൂ എന്നുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോൾ സ്റ്റോമിംഗ് വന്നു, മെമ്പേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി ദെയർ ഫീലിങ്സ്. ഈവൻ ദോ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആസ്പെക്റ്റിൽ നിന്നാണ് കൂടുതൽ ചിന്തിക്കുന്നത്. ആൻഡ് ദെൻ നോർമിംഗ് വന്നു, ദേ ഫീൽ എ പാർട്ട് ഓഫ് ദ ടീം. ദെൻ പെർഫോമിങ്, ടീം മെമ്പേഴ്സ് വർക്ക് ചെയ്തു, ഒരുമിച്ച് നിന്നു, ട്രസ്റ്റ് ചെയ്തു, ആ ഒരു അറ്റ്മോസ്ഫിയർ, ട്രസ്റ്റിംഗ് അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ദ ലാസ്റ്റ് വൺ അസസ് ചെയ്തു, അസസ്മെൻറ്റ് ഓഫ് ദി ഇയർ. ഓക്കെ, വാട്ട് ഹാപ്പൻസ്, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ മെമ്പേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട്, ട്രാൻസിഷൻ എന്തെങ്കിലും വേണോ എന്നുള്ളതൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പോർഷൻ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യനാണ്, വാല്യൂ എഡ്യൂക്കേഷൻ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളോട് 100% ഉറപ്പ് തരാം, വാല്യൂ എഡ്യൂക്കേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ഉണ്ടാവും. ഓക്കെ,
പിന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വാല്യൂ എഡ്യൂക്കേഷൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഒരു നല്ല ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ചിന്തിച്ചിട്ട് വേണം. കാരണം 4 ഓപ്ഷനും ഓൾമോസ്റ്റ് എല്ലാം സെയിം എന്നല്ല, എല്ലാം കറക്റ്റായിട്ട് തന്നെ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ നമ്മളതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം, ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മളവിടെ സെലക്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? നമ്മളുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ടു ടീച്ച് വാല്യൂസ് ടു ദ ചിൽഡ്രൻ എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓപ്ഷൻ എ, ആസ്ക് ദം ടു റീഡ് റിലീജിയസ് ആൻഡ് മോറൽ സ്റ്റോറി ബുക്ക്. ഇതിലെന്താ പറയുന്നത്? ജസ്റ്റ് ഒരു റിലീജിയസ് ബുക്ക് അല്ലെങ്കിൽ ഒരു മോറലായിട്ടുള്ള ഒരു സ്റ്റോറി ബുക്ക്, ബൈബിളോ രാമായണോ അങ്ങനെയുള്ള ബുക്സ് ജസ്റ്റ് ഒന്ന് വായിക്കാനോ പറയുന്നത്. അതിലെന്തെങ്കിലും ഒരു കാര്യം കിട്ടുമോ? ഇല്ല. ജസ്റ്റ് അതൊന്ന് വായിക്കുക, നമുക്ക് ആ ഒരു കാര്യം എന്തുട്ടാ പറയണതെന്ന് വെച്ചാൽ മനസ്സിലാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ അല്ലേ? ഇനി ഓപ്ഷൻ ബി, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഗൈഡഡ് ബൈ ഹൈലി സ്പിരിച്വൽ ഇൻസ്ട്രക്ടേഴ്സ്. നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്, അതായത് പണ്ഡിതന്മാർ ആ ഒരു ഏരിയയിൽ കൂടുതൽ നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺസ്, സ്കോളേഴ്സ് പോലെയുള്ള ആളുകൾ വന്ന് ക്ലാസ് എടുക്കുന്നു അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് അവരുടെ ലെവലിൽ നിന്ന് ആ ഒരു സ്റ്റൈലിലായിരിക്കും അവരുടെ ഒരു പ്രസൻറ്റേഷനും ആ ഒരു രീതിയും. അത് കുട്ടികൾക്ക് മനസ്സിലാവൂ? നോ, നെവർ. റൈറ്റ്. മൂവിങ് ടു ദ തേർഡ് പോയിൻറ്റ്, കണ്ടക്റ്റിംഗ് ടോക്സ് ആൻഡ് ലെക്ചേഴ്സ് ഓൺ വാല്യൂ ഓറിയൻറ്റഡ് ഏരിയാസ്. അതായത് ഇപ്പം നമ്മളുടെ സ്കൂളുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 2 or 3 ഡേയ്സിൽ അവിടെ റിട്രീറ്റ് കോഴ്സസ് പെർഫോം ചെയ്യും. റൈറ്റ്. റിട്രീറ്റ് കോഴ്സസ് ഇൻ ദ സെൻസ്, ഇപ്പോൾ ക്രിസ്ത്യൻ ബേസ്ഡ് സ്കൂൾസിലാണെങ്കിൽ അവിടെ അവരുടെ ഫാദേഴ്സോ അങ്ങനെയുള്ള പ്രീസ്റ്റുകൾ വന്ന് ആ ഒരു വാല്യൂസിനെ പറ്റി, അതുപോലെ ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ കൂടുതൽ പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏരിയാസാണ് ഈ പറയുന്ന പോയിൻറ്റ്. പക്ഷേ സ്റ്റുഡൻസിന് അതും കാര്യം ഉണ്ടാവില്ല. കാരണം കുട്ടികൾ എത്ര നേരം ഈ ഓരോ ടോക്കും ഓരോ ലെക്ചേഴ്സും കിട്ടിയിരിക്കും? വളരെ ചുരുക്കം കുറച്ച് നേരമേ അവരിയ്ക്കുള്ളൂ അല്ലേ? ഇനി മൂവിങ് ടു ദ ലാസ്റ്റ് ഓപ്ഷൻ, ഇതിൽ പറയുന്നത് റെയിൻഫോഴ്സിങ് പോസിറ്റീവ് വാല്യൂ ബേസ്ഡ് ബിഹേവിയേഴ്സ് ആൻഡ് പ്രസൻറ്റിംഗ് ഗുഡ് റോൾ മോഡൽസ് ടു ദി ലേണേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ്, വാട്ട് എവർ ഇറ്റ് മേ ബി. ഈ ഒരു പോയിൻ്റാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഇതിൽ തന്നെ നോക്കൂ, ഇപ്പോൾ ആദ്യം പറഞ്ഞു മോറൽ സ്റ്റോറി ബുക്ക്, പിന്നെ പറഞ്ഞു ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സിൻ്റെ ക്ലാസ് അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് ടോക്സ് ആൻഡ് ലെക്ചേഴ്സ്. അതിനേലൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ലേ ഓപ്ഷൻ ഡി, റെയിൻഫോഴ്സിങ് പോസിറ്റീവ് വാല്യൂ ബേസ്ഡ് ബിഹേവിയേഴ്സ്. നമ്മൾ കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണ് ഒരു പോസിറ്റീവ് ബിഹേവിയർ. ആ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു ബിഹേവിയേഴ്സ് മാത്രമേ അവർക്ക് ലൈഫ് ലോങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ? സോ അതാണ് നമ്മൾ വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു എഫക്റ്റീവ് മെത്തേഡ്. ഓക്കെ, ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് മൈ പോയിൻറ്റ്, റൈറ്റ്? ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യം 2021 എല്ലാ ടൈമും അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കീനായിട്ട് പറഞ്ഞു തരുന്നത്. കാരണം ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൈന്യൂട്ട് പോയിൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ നിന്ന് സ്പാർക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സ്പാർക്ക് കൊണ്ടായിരിക്കും നിങ്ങളുടെ 1 മാർക്ക് നമുക്ക് പോക്കറ്റിലിടാൻ പറ്റുന്നത്. മനസ്സിലായോ? സോ ദാറ്റ്സ് ഇറ്റ്. So we have completed value education question. I hope you people all get my viewpoint. Okay, moving to the next point, individualized instruction necessary in classroom teaching learning process because. ഇത് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്തുകൊണ്ടാണ് നെസസറി എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ഞാൻ പറയാം. ഓപ്ഷൻ എ, ടീച്ചർ ക്യാൻ കൺട്രോൾ ക്ലാസ് എഫക്റ്റീവ്ലി. ടീച്ചറിന് ക്ലാസ് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ബി, സ്റ്റുഡൻസ് ആർ യൂഷ്വലി അറ്റൻഷൻ സീക്കേഴ്സ്. സ്റ്റുഡൻസ് അറ്റൻഷൻ സീക്കേഴ്സ് ആണ്. ആൻഡ് ഓപ്ഷൻ സി, ക്ലാസ് റൂം ഇസ് ഹെട്രോജീനിയസ്, സ്റ്റുഡൻസ് ലേൺ അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ്. ആൻഡ് ഓപ്ഷൻ ഡി, പാരൻസ് പ്രിഫർ ഗിവിങ് സ്പെഷ്യൽ കെയർ ടു ദെയർ ചിൽഡ്രൻ. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്താണ് പറയുന്നത്? ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ എത്രത്തോളം നെസസറി ആണ് എന്നാണ് ചോദിക്കുന്നത്. ടീച്ചർ ക്യാൻ കൺട്രോൾ ദ ക്ലാസ് എഫക്റ്റീവ്ലി, അത് ഓക്കെ, ടീച്ചർ ക്യാൻ കൺട്രോൾ, പക്ഷേ അത് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷനായിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ. ഓപ്ഷൻ ബിയിൽ പറയുന്നത് സ്റ്റുഡൻസ് ആർ യൂഷ്വലി അറ്റൻഷൻ സീക്കേഴ്സ്. നോ, ദിസ് ഇസ് നോട്ട് ദ ആൻസർ. ഇനി ഓപ്ഷൻ സിയിൽ പറയുന്നത് എന്താണ്? ക്ലാസ് റൂം ഇസ് ഹെട്രോജീനിയസ്, സ്റ്റുഡൻസ് ലേൺ അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്. യെസ്, ദിസ് വിൽ ബി ദ ആൻസർ. ബിക്കോസ്
നമ്മളുടെ ക്ലാസ്സിലിരിക്കുന്ന ഇപ്പോൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു 150 അല്ലെങ്കിൽ ഒരു 100 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കൂ. ഈ ഇത്രയും സ്റ്റുഡൻസും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽപ്പെട്ട സ്റ്റുഡൻസ് ആയിരിക്കും, റൈറ്റ്? 100 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 100 സ്വഭാവമായിരിക്കും, അല്ലേ? യെസ്, ഇറ്റ്സ് ട്രൂ, അങ്ങനെ ആയിരിക്കുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് സ്റ്റുഡൻസിൻ്റെ ഇൻ്റലിജൻറ്റ് ലെവലും അതുപോലെ തന്നെ അവരുടെ ആ ഒരു പെർഫോമൻസ് ലെവലും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. സോ ക്ലാസ് റൂം ഒരു ഹെട്രോജീനിയസ് ആണ്. ഹോമോജീനിയസ് ആകണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവരുടെ ആ ഒരു റേഞ്ചിൽ നിന്നിട്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് ചിലപ്പോൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, കുറച്ച് ഒരു മീഡിയം ലെവലിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല പോലെ വീക്കായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അതിൻ്റെ ഒരു മിക്സ്ചറാണ് നമ്മളുടെ ക്ലാസ് എന്ന് പറയുന്നത്. ആ ഒരു മിക്സ്ചറിനെയാണ് ഹെട്രോജീനിയസ് എന്ന് പറയുന്നത്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈക്വൽ, എല്ലാവരും സിമിലർ ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഹെട്രോജീനിയസ് എന്ന് പറയുന്നത് എല്ലാവരും ഡിഫറെൻ്റ് ആണ്. എല്ലാവരുടെയും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഓൾ ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെൻറ്റ് ആൻഡ് യുണീക്ക്. ഉള്ളതാണത്, കാര്യമായിട്ടും അങ്ങനെ തന്നെയാണ്. സോ classroom is heterogeneous, students learn at different rate. So individualized instruction is necessary in classroom teaching learning process because classroom is heterogeneous, students learn at different rates. അല്ലാതെ ഓപ്ഷൻ ഡി പറയുന്ന പോലെ പാരൻസ് പ്രിഫർ ഗിവിങ് സ്പെഷ്യൽ കെയർ ടു ദെയർ ചിൽഡ്രൻ, നോ. ഇവിടെ പറയുന്നത് ക്ലാസ് റൂം ടീച്ചിങ്ങിനെ പറ്റിയാണ്. സോ ക്ലാസ് റൂമിനെ ബേസ് ചെയ്ത ഒരു പോയിൻറ്റേ വരുള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓൾ ക്ലിയർ to you. So that's it for now. Let's see in the next video. Till then, work hard and study well. That's all. Thank you.